ഹായ്, എങ്ങനെ രസ്നാസ് ഫാമിലി വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഞങ്ങൾ എരുമേലിയിൽ നിന്ന് പോയിട്ട് കുട്ടിക്കാനത്ത് വെള്ളച്ചാട്ടമൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് പ്ലാനൊക്കെ ചെയ്തു പോയ വഴിക്ക് എവിടെയാണ് ഫുഡ് കഴിക്കാനുള്ളടവും നോക്കി ഒരു ടോഡി ഷോപ്പ് നോക്കി പോവുകയാണേ. അങ്ങനെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴത്തേനും മുണ്ടക്കയത്ത് തറവാടെന്നും പറഞ്ഞുകൊണ്ട് ഒരു ടോഡി ഷോപ്പ് കണ്ടു. അമ്മച്ചി നമ്മൾ എവിടെ നിൽക്കുന്നേ? ഷാപ്പിലോ? എന്നടി ജോമിയാ കാണിക്കുന്നത്? നീ ഇങ്ങോട്ട് മാറിയിരുന്നു. നിന്നെ മുടിയൊക്കെ കണ്ടോ? മുടിയൊക്കെ സപ്ലയർ. നമ്മുടെ ഷാപ്പിലെ സപ്ലയർ ഷാപ്പിലെ എവിടെ ചെന്നാലും നമ്മുടെ വീഡിയോയില് ഷാപ്പ് എവിടെ ചെന്നാലും നമ്മുടെ വീഡിയോ ഷാപ്പാ. എവിടെ ചെന്നാലും ഷാപ്പുകാരാ. ഇങ്ങോട്ട് വന്നില്ല, നിങ്ങൾ വൈകിട്ട് റാന്നി ആശുപത്രി ഇവിടെ ഒന്നും വരണ്ടായിരുന്നു. ചിന്നുവിൻ്റെ വീട്ടിൽ പോയി നമ്മൾ അങ്ങോട്ട് ചെയ്ത് നമ്മൾ ചെല്ലി വന്നറിഞ്ഞാൽ പിന്നെ മേശപ്പുറത്ത് സാധനം ഇവിടെ അപ്പം മുന്തിരി അങ്ങനെ സാധനങ്ങളെല്ലാം അങ്ങനെ ഞങ്ങൾ ഷാപ്പിൽ ഭക്ഷണം ഇറങ്ങി. എടി ഞങ്ങൾ കണ്ട മോനെ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തെടി കണ്ടപ്പ ബാവച്ചി കുട്ടിക്കാനല്ലേ? ഇതെവിടെയാണ് ഇത്? സ്ഥലം എവിടെയാ? മുണ്ടക്കയ. ആ മുണ്ടക്കയ തറവാട് ഷാപ്പ്. അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡെന്ന് പറഞ്ഞാൽ അടിപൊളി ഫുഡായിരുന്നു. നല്ല ഞങ്ങൾ മേടിച്ചത് കൂന്തല, BDF. അയ്യോ എൻ്റെ സ്റ്റിക്കൊക്കെ താഴെ പോയി. നമ്മൾ എന്നൊക്കെ മേടിച്ചേ? കൂന്തല്, BDF, ചെമ്മീൻ റോസ്റ്റ്, പിന്നെ ബീഫ് റോസ്റ്റ്, ചിക്കൻ 65, ചപ്പാത്തി. അതെ, ചപ്പാത്തി, കപ്പ. അടിപൊളിയായിരുന്നു കേട്ടോ. കറികളൊക്കെ നല്ല സൂപ്പർ കറികള് അല്ലേ ജുന? മുന്തിരിക്കള്ളും നല്ല സൂപ്പറായിരുന്നു അല്ലേ? മുന്തിരിക്കള്ളും നല്ലായിരുന്നു. സാധാ കള്ളും നല്ലായിരുന്നു അല്ലേ അണ്ണപ്പാ? എന്നാടാ നമുക്ക് മുന്തിരിക്കള്ളിന്റെ ഒക്കെ ഇങ്ങോട്ട് നോക്ക്. മുന്തിരിക്കഴിഞ്ഞേക്കാളും നല്ല സാധാ കള്ളായിരുന്നു. അതെല്ലേ? കുഞ്ഞിനതായിരുന്നു ഇഷ്ടപ്പെട്ടെ? പിള്ളേർക്കല്ലേ കള്ളിനെ പറ്റിയൊക്കെ അറിയത്തുള്ളൂ. നമ്മൾ മുന്തിരിക്കള്ളൊക്കെ ഇച്ചിരി കഴിക്കുന്നുള്ളതല്ലാതെ കള്ള് നല്ലതായിരുന്നു. ഹലോ ഹായ് ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് ജോഡി തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടുന്ന് തന്നെ അങ്ങ് പോകാം. അതെന്നെ പണിയാണ് സജീവന കാണിച്ചേ ഉണ്ടോ? ഞങ്ങൾ എല്ലാം പ്രണയ ജോഡികളാണ്. ഞങ്ങൾ ഇവിടുന്ന് തുടങ്ങും കേട്ടോ. ഞങ്ങൾ അപ്പനും അമ്മയും അടുത്ത മൂത്ത മകനും മകളും, അതിൻ്റെ ഫ്രണ്ടിൽ ഇളയ മകനും മകളും, അങ്ങനെ ഒരു കുടുംബം മൊത്തം പ്രണയ ജോഡികളാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ എന്ത് രസമായിരുന്നു അറിയോ? എല്ലാ കോട ഇറങ്ങിയിട്ടുണ്ട്, നല്ല കോടമഞ്ഞ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ അവിടെയൊക്കെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് പോകണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനെല്ലാം മഴയാണ് നമ്മളെ ചതിച്ച് കളഞ്ഞത്. ഭയങ്കര മഴയായിപ്പോയി. നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചൊന്നും അല്ലായിരുന്നു. എന്നാലും വേണ്ടില്ല, ഇറങ്ങി തിരിച്ചില്ലേ. നമുക്ക് ഒന്ന് കുട്ടിക്കാനൊക്കെ പോയി വെള്ളച്ചാട്ടമൊക്കെ കാണാം എന്നൊക്കെ പ്രതീക്ഷിച്ച് പോയിട്ടാണ് നേരെ ജോമിയൊക്കെ കൂടി ഞങ്ങളെ അവർ ഫ്രണ്ടിൽ പോയി, ഞങ്ങൾ പുറകിൽ പോയി. അപ്പം പോയ വഴി പോയി എവിടെയാണെന്ന് അറിയത്തില്ലോ, ചെന്ന് നിന്നതാണ് നേരെ നമ്മുടെ എവിടെയായിരുന്നു കുഞ്ഞാ അതിൻ്റെ സ്ഥലപ്പേര്? പാഞ്ചാലിമേടിൻ്റെ അവിടെയാണ് ഞങ്ങൾ പോയി നിന്നത്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അവിടെ ചെന്ന് കാറ്റെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആണല്ലോ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമ്മളതൊരു ആസ്വദിച്ച ഇതായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഭംഗിയായിരുന്നു അവിടെയൊക്കെ കാണാനും. പാറുവാണേലും ഭയങ്കര വണ്ടറടിച്ചിരിക്കുക. അവർക്ക് ഇതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമുണ്ടോ? നോട്ടമൊക്കെ കണ്ടോ? അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഞങ്ങൾ ഇവിടെ വന്നിട്ട് എന്നെ മേടിച്ചേ. അയ്യോ ഞെക്കിക്കോ.
അച്ചാച്ചാ പൊന്നുണ്ണി പാറു ചിന്നു എല്ലാം കൂടി ദേണ്ട പോന്നു. ജോമി ഒന്നും വന്നില്ല, അമ്മാമ്മച്ചി വരുന്നില്ലെന്ന് പറഞ്ഞു. അമ്മാച്ചിക്ക് ഇതേ വാവച്ച് തേണ്ട വേറെ വീഡിയോ പിടിച്ചുകൊണ്ട് പോന്നു. എന്താ അടിപൊളി, എന്ത് രസമാണെന്ന് നോക്കിയേ. ആഹാ നല്ല ഭംഗി കേട്ടോ. കേട്ടോ വാവച്ച് വീഡിയോ പിടിക്കണു വേറെ. ഓ എന്താ രസം ഭഗവാനേ. ഞാനിവിടെ ആദ്യമായിട്ട് എടി കുഞ്ഞെ കുടയെല്ലാം എടുക്കാൻ മേലായിരുന്നോ? എഴുതി വെച്ചിട്ടുണ്ട് കാര്യം അവിടെ പാഞ്ചാലിമേടെന്നൊക്കെ ഉണ്ടോ, പക്ഷെ കാണത്തില്ല. അടിപൊളി സെറ്റപ്പ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. അയ്യപ്പ സ്വാമി സമയമില്ല ഗെയ്സ്, 6:45 തിരിച്ചു വരണമെന്നാണ് പറഞ്ഞത്. അയ്യോ ഒന്നും പറയുന്നില്ല. ആണോ? എല്ലാവരും ഓർക്കും കൂടെ വരുമ്പോൾ ഒരാളുകൂടി ഉണ്ടായിരുന്നല്ലോ എന്ന്. അമ്മാമ്മച്ചി എന്തായാലും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നില്ല ഞങ്ങളുടെ കൂടെ. അമ്മാമ്മച്ചിക്ക് നല്ല ജലദോഷമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അമ്മാമ്മച്ചി പറഞ്ഞു ഞാൻ വണ്ടിയിൽ ഇരുന്നോളാമെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടി പോന്നു. പിള്ളേരങ്ങ് അറുമാദിക്കുമായിരുന്നു കേട്ടോ. അത്രയ്ക്ക് പിള്ളേർക്കങ്ങ് ഇഷ്ടപ്പെട്ടു. പാറുവിന് ഭയങ്കരമായിട്ട്, അവള് ഇപ്പം തൃശ്ശൂരല്ലേ, ഇപ്പം ഇവിടെ വന്നപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുഞ്ഞായിക്ക് എനിക്കൊന്ന് പോണോടി. ഈ ഇവിടെ കേട്ടോ ടോയ്ലറ്റ് പോന്നേ. നോക്കിയാൽ ടോയ്ലറ്റാന്ന് പറഞ്ഞാലും നല്ല കല്ലൊക്കെ കെട്ടി വലിയ നമ്മൾ ഈ വലിയ രാജകൊട്ടാരമൊക്കെ പോകത്തില്ലേ. ഞാനിവിടെ വന്നപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുന്നവരോട്ടോ ഇവരൊക്കെ. ഒത്തിരി സന്തോഷം ഇങ്ങനെയൊക്കെ കാണുമെന്ന് പറയുമ്പോഴേ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ, തിരിച്ചറിയുന്നൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ. ഓക്കെ സിൽവി അല്ലേ പേര്? അയ്യോ ഉണ്ടോ എന്താ ഭംഗി. ഈ നേരത്തെ വന്നോണ്ടാട്ടോ ശരിക്കും ഇങ്ങനൊരു ഭംഗി എനിക്ക് തോന്നുന്നു. ആൾക്കാരൊക്കെ ഇറങ്ങി തുടങ്ങി. 6:45 വരെ ആകുമ്പോൾ ഇറങ്ങി ചെല്ലണമെന്ന് പറഞ്ഞേ. ഞാൻ മടുത്തു എനിക്ക്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ ഭംഗി കാണുമ്പം മടുത്തെന്ന് പറയുന്നത് തന്നെ തല്ലണ്ടല്ലോ. പക്ഷെ എനിക്കങ്ങോട്ട് പോകണം എന്നുള്ളൊരു ടെൻഡൻസിയാണ്. അത്ര ഭംഗി എന്ന് പറഞ്ഞാൽ അത്ര ഭംഗി. പാഞ്ചാലിമേടൊക്കെ ഞങ്ങളായിരിക്കും ഏറ്റവും ലാസ്റ്റ് വരുന്നവർ. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, കാണാത്തവരുണ്ടെങ്കിൽ. അടിപൊളി. അയ്യോ ഒന്നും പറയില്ല, ഈ സമയത്തൊക്കെ വന്നാൽ അടിപൊളി ഉണ്ടോ. കാറുമൊക്കെ പോകുന്നുണ്ടോ? കാറ് വല്ല തൊടുപുഴ കൊണ്ട് വിട്ടിട്ട് പോകുന്നത്. ഇതൊക്കെ കാണുന്നുണ്ട് നമ്മൾ ശരിക്കും അല്ലേ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ അല്ലേ ഒരു ഇതൊക്കെ കാണത്തില്ല, അങ്ങനെ എനിക്കൊരു ഫീൽ ചെയ്യുന്നു. ആരെയും കാണത്തില്ലല്ലേ? അവിടെ ഒരു 3 പേര് നിൽപ്പുണ്ട്, ഒന്നും കാണത്തില്ല. കണ്ടിട്ടുണ്ടോ? എന്താ ഭംഗി നോക്ക്, എന്താ രസം. കുടയൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പാറുമൊക്കെ പോകുന്നുണ്ട്. പാറും പൊന്നുണ്ണി ചിന്നും കൂടി കണ്ടോ. പാറും ചിന്നും. പാറു പറഞ്ഞു എന്നെ തൊടുപുഴയെ കൊണ്ട് വിട്ടിട്ടേ പോകാവുള്ളൂ, എന്നെ തൊടുപുഴയെ കൊണ്ട് വിട്ടേക്കാൻ പറഞ്ഞു. എന്നിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നത് പാറുവാണ്. ചിന്നുവിന് പിന്നെ അവിടെ കുറേ അവരുടെ വീടിൻ്റെ അവിടെയൊക്കെ കുറേ മഞ്ഞും കാര്യമൊക്കെ ഉണ്ട്. പാറുവിനും ചിന്നുവിനും ഒന്നും കാണാൻ കിട്ടുന്നില്ല, അവർ മുന്നേ പോവാണ്. എൻ്റെ കുഞ്ഞാപ്പി, എൻ്റെ ദയ്യനേ, പുലിക്കുഞ്ഞ് കണ്ടോ? എൻ്റെ പുലിക്കുഞ്ഞിനെ, എൻ്റെ പുലിക്കുഞ്ഞിങ്ങനെ പുലിത്തൊപ്പിയൊക്കെ വെച്ച് എൻ്റെ പുലിയുടെ കണ്ണ് കണ്ടോടി. പുലിക്കുഞ്ഞ് പുലിത്തൊപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കണ്ടോ? എന്നെ സന്തോഷം. ഇതല്ല, അതൊക്കെ പേരയാണ്. ഇവിടെ ഇഷ്ടം പോലെ പേരമരം കേട്ടോ. ഇങ്ങനെ താഴോട്ടങ്ങ്. ഹായ് ഗേസ് എന്ന് പറഞ്ഞേ ഹായ് ഗേസ്. ഇവിടെ നിറയെ പേരമരം എന്ന് പറഞ്ഞേ ഉണ്ട്. എന്ത് പേരാ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ കണ്ടോ?
എല്ലാം മഞ്ഞാന്ന് പറഞ്ഞേ. ആ അടിപൊളി, സൂപ്പർ. വരാത്തവരുണ്ടേ വരണമെന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ ഇവിടെ വരണം. അടിപൊളി സ്ഥലമാണ് പാഞ്ചാലിമേട്. പാഞ്ചാലിമേട് ആ സൂപ്പർ. കോട ഭയങ്കര കോടയാന്ന് പറഞ്ഞു. ആസ്വദിക്കുന്നവർക്ക് ഇവിടെ വന്നാൽ അടിപൊളിയാണ്. എനിക്കത് വാഗമണിൽ പോകുമ്പോൾ പോലും ഇത്ര ഒരു ഫീലിങ്സ് തോന്നുന്നു. നോക്കി എല്ലാം കാറ്റും മഴയായിരുന്നു അറിയോ. കാറ്റെന്ന് പറഞ്ഞാൽ കുടയൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുകയല്ല, അതുപോലത്തെ കാറ്റായിരുന്നു. എന്ത് രസമായിരുന്നു അറിയാമോ. അടിപൊളി. എല്ലാവരും കണ്ടോ നനഞ്ഞ് കുതിർന്നിരിക്കുന്നുണ്ട്. എല്ലാവരും നനഞ്ഞിരിക്കുകയാണ് കണ്ടോ. എനിക്ക് ഞാനും അതുപോലെ തന്നെ നനഞ്ഞിരിക്കുകയാണ്. നനഞ്ഞു കുളിച്ചിരിക്കുന്ന അമ്മച്ചി. അടിപൊളി ഒരു വല്ലാത്ത ഒരു അനുഭവമായിരുന്നു കേട്ടോ. ജീവിതത്തിൽ ഇതുവരെ ഇത്ര അടുത്ത് കിടന്നിട്ട് നമ്മൾ ഇന്നാണ് പാഞ്ചാലിമേട് ഒന്ന് കാണാൻ വന്നത്. ഞങ്ങൾ കയറി ഇറങ്ങി പകുതി ചെന്നപ്പോഴത്തേനും ഭയങ്കര മഴയും കാറ്റും, ഭയങ്കര കാറ്റായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് അടിച്ച് പൊളിച്ച് പിള്ളേരൊക്കെ ഇതേ പോവുകയാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമായിപ്പോയി. പൊന്നുള്ളിയൊക്കെ ആണെങ്കിൽ വിറയ്ക്കാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ പിന്നെ ഒരു റെയിൻ കോട്ടൊക്കെ മേടിച്ച് അവനെ ഇടിച്ച് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നു. ഇനി പോകുന്ന വഴിക്ക് ഒരു ഉടുപ്പോ വെള്ളം മേടിച്ചൊക്കെ ഇട്ടാലും ഇതുപോലെ തണുക്കുക. ഞങ്ങൾ വെള്ളം ഇറ്റ് വീഴ, വണ്ടി മൊത്തം വെള്ളമായി. എന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം പാഞ്ചാലിമേട്ടിൽ വന്നിട്ടില്ലാത്തവരൊന്നും വരണം കേട്ടോ, മറക്കരുത്. മുണ്ടക്കയത്തല്ലേ കുട്ടിക്കാരം. പാഞ്ചാലിമേട് വന്നിട്ടില്ലാത്തവർ വരണം, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രകൾ പ്രതീക്ഷിക്കാത്ത പോലെ ഇപ്പോൾ ഞങ്ങൾ കാര്യം എരുമേലി വന്ന് മാമിനെ കണ്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ജോമിയെ പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പോകാം കൺമണിയൊക്കെയെന്ന് പറഞ്ഞു. എന്നാൽ എന്നാൽ തൊടുപുഴയ്ക്ക് പോകാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. പക്ഷേ പ്ലാനിങ് എല്ലാം മാറി നേരെ എൻ്റെ പാഞ്ചാലിമേട് നമ്മൾ വേറെ എവിടെ, ഞാനിപ്പോൾ വീട്ടിൽ എവിടെ പോകാമെന്നായിരുന്നു പറഞ്ഞ് നമ്മൾ കുട്ടിക്കാനം വെള്ളച്ചാട്ടം കാണാനായിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് വന്നു. പക്ഷെ നേരെ വണ്ടി പോയി നിന്നത് പാഞ്ചാലിമേടിൻ്റെ ഉണ്ട്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ, ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.